എയിം സ്റ്റഡി സെന്ററിന്റെ പുതിയൊരു ഓൺലൈൻ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇനി നമ്മൾ ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ടത് ജാലിയൻ വാലാബാഗ് സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ സംസ്ഥാനമാണ്. ഏത് സംസ്ഥാനം? പഞ്ചാബ് സംസ്ഥാനമെങ്കിൽ ജാലിയൻ വാലാബാഗിനെ കുറിച്ച് അവിടെ ഉണ്ടായ സംഭവങ്ങളെ കുറിച്ച് അന്വേഷിക്കാൻ വന്ന കമ്മീഷനാണ് എന്ത് പേരിൽ അറിയപ്പെടുക? ഹണ്ടർ കമ്മീഷൻ എന്ന പേരിൽ അറിയപ്പെടുന്നത്. അപ്പോ ബംഗാൾ വിഭജനം തൊട്ട് 1916 പിന്നെ പ്രധാനമായിട്ടും ഹോം റൂൾ പ്രസ്ഥാനത്തെ തുടർന്ന് റൗലറ്റ് നിയമം വരിക. റൗലറ്റ് നിയമത്തിന്റെ അനുബന്ധമായിട്ടാണ് ജാലിയൻ വാലാബാഗ് സംഭവം വരുന്നത്. ആരാണ്? മൈക്കിൾ ഒഡയർ. ആരാണ്? ഉദ്ധം സിംഗിനെ തൂക്കിലെത്തിയ വർഷം ഏത്? ഹണ്ടർ കമ്മീഷൻ ജാലിയൻ വാലാബാഗുമായി ബന്ധപ്പെട്ട നിയോഗിച്ച പ്രധാനപ്പെട്ട കമ്മീഷനാണ്. ഏത് കമ്മീഷൻ? ഹണ്ടർ കമ്മീഷൻ എന്ന പേരിൽ അറിയപ്പെടുന്നത്. പിന്നീട് 1919 to 20 ഈ കാലഘട്ടങ്ങളിലാണ് പ്രധാനമായിട്ടും ഖിലാഫത്ത് സമരം. ഇന്ത്യയിൽ ഖിലാഫത്ത് സമരത്തിന് പ്രധാനമായിട്ടും നേതൃത്വം കൊടുത്തത് അലി സഹോദരന്മാരാണ്. അപ്പോ 1919-20 കാലഘട്ടം, ഈ 1919-20 കാലഘട്ടത്തിലാണ് ഖിലാഫത്ത് പ്രസ്ഥാനത്തിന്റെ പ്രധാനപ്പെട്ട കാലഘട്ടം. ഈ കാലഘട്ടത്തില് പ്രധാനമായിട്ടും പിന്നെ നേതൃത്വം കൊടുത്തത്, ഖിലാഫത്ത് പ്രസ്ഥാനത്തിന് നേതൃത്വം കൊടുത്തത് ഷൗക്കത്ത് അലി, മുഹമ്മദ് അലി തുടങ്ങിയ അലി സഹോദരന്മാരും. 1921 അതിപ്രശസ്തമായ മലബാർ കലാപം. അപ്പോ 1919 ഖിലാഫത്ത് പ്രസ്ഥാനം, ഖിലാഫത്ത് മൂവ്മെന്റ്. 1919-20 ഈ 2 വർഷവും പ്രധാനമായിട്ടും അറിയപ്പെടുന്ന വർഷമാണ് ഖിലാഫത്ത് സമരവുമായിട്ട് ബന്ധപ്പെട്ട്. അപ്പൊ 1919-20 ഖിലാഫത്ത് സമരം. ഖിലാഫത്ത് സമരത്തിന് ഇന്ത്യയിൽ നേതൃത്വം കൊടുത്തത് അലി സഹോദരന്മാർ, മൗലാന മുഹമ്മദ് അലി, ഷൗക്കത്ത് അലി തുടങ്ങിയ അലി സഹോദരന്മാർ. ആ ഖിലാഫത്ത് സമരത്തിന്റെ പ്രത്യേകത കേരള സംസ്ഥാനത്തിന്റെ മലബാർ പിന്നെ ജില്ലയുടെ ഭാഗമായ പിന്നെ വള്ളുവനാട്, ഏറനാട് താലൂക്കുകളിൽ വളരെയധികം സ്വാധീനം ചെലുത്തി. 1921 മലബാർ കലാപത്തിന് പ്രധാനപ്പെട്ട കാരണം 1921 മലബാർ കലാപം നടക്കുന്നത്. 1920 ഖിലാഫത്ത് സമരത്തിന്റെ പ്രത്യേകത ഏറ്റവും കൂടുതൽ സ്വാധീനം ചെലുത്തിയ മലബാറിലെ പ്രധാനപ്പെട്ട വള്ളുവനാട്, ഏറനാട് താലൂക്കുകൾ കേന്ദ്രീകരിച്ച് ഖിലാഫത്ത് സമരത്തിന് വളരെയേറെ പ്രാധാന്യം കിട്ടുകയും 1921 പൂക്കോട്ടൂർ കലാപവുമായി ബന്ധപ്പെട്ടാണ് 1921 മലബാർ കലാപം അരങ്ങേറുന്നത്. അപ്പോ പൂക്കോട്ടൂർ സംഭവം എന്ന പേരിലും അറിയപ്പെടുന്നത് മലബാർ കലാപമാണ്. 21 ഓഗസ്റ്റ് 26 നടന്ന പൂക്കോട്ടൂർ സംഭവവുമായി ബന്ധപ്പെട്ടാണ് 1921 മലബാർ കലാപം നടക്കുന്നത്. അപ്പൊ മലബാർ കലാപത്തിന്റെ മറ്റൊരു പ്രധാനപ്പെട്ട പ്രത്യേകത, മലബാർ കലാപത്തിന്റെ നേതാവ് ആലി മുസ്ലിയാരായിരുന്നു. അപ്പൊ മലബാർ കലാപത്തിന്റെ പ്രധാനമായി നേതൃത്വം വഹിച്ച വ്യക്തിയാരാ? ആലി മുസ്ലിയാരായിരുന്നു. ആലി മുസ്ലിയാർ മലബാർ കലാപത്തിന്റെ പ്രധാനപ്പെട്ട നേതാവായി അറിയപ്പെടുന്ന ആലി മുസ്ലിയാരും. പിന്നീട് മലബാർ കലാപവുമായിട്ട് ബന്ധപ്പെട്ട മറ്റൊരു സുപ്രധാനപ്പെട്ട സംഭവമാണ് വാഗൺ ദുരന്തം. 1921 നവംബർ 10. ഡേറ്റ് വളരെ കൃത്യമാണ്. 1921 നവംബർ 10 വാഗൺ ട്രാജഡി ഉണ്ടായത്. 1921 നവംബർ 10 കോയമ്പത്തൂർ ജില്ലയിലെ പ്രധാനമായും പോത്തന്നൂർ റെയിൽവേ സ്റ്റേഷനുമായിട്ട് ബന്ധപ്പെട്ടാണ് വാഗൺ ദുരന്തം ഉണ്ടായിരിക്കുന്നത്. അപ്പൊ ഖിലാഫത്ത് സമരത്തിന്റെ ഏറ്റവും കൂടുതൽ സ്വാധീനം ചെലുത്തിയ മലബാർ കലാപം നടന്ന 1921. മലബാർ കലാപത്തിന്റെ നേതൃത്വം കൊടുത്ത വ്യക്തിയാര്? 1921 നവംബർ 10 പ്രധാനമായിട്ടും വാഗൺ ട്രാജഡി ഉണ്ടാവുന്നത്. 1921 ഏത് ജില്ലയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? കോയമ്പത്തൂർ ഏത് സംസ്ഥാനത്താ? തമിഴ്നാട് സംസ്ഥാനത്താണ്. പിന്നീട് നമ്മൾ 1921 ശേഷം പ്രധാനമായിട്ടും 1922 എത്തുമ്പോഴാണ് ചൗരി ചൗര സംഭവം പോലെയുള്ള പ്രധാനപ്പെട്ട സംഗതികൾ നമ്മൾ ഇന്ത്യയുടെ ചരിത്രം പഠിക്കുന്ന സമയം 1922 ചൗരി ചൗര സംഭവം പോലെയുള്ള പ്രധാനപ്പെട്ട ഭാഗങ്ങൾ. പിന്നീട് 1928 സർദാർ വല്ലഭായ് പട്ടേലിന്റെ പ്രധാനപ്പെട്ട ഒരു ബർദോളി സത്യാഗ്രഹം. അപ്പോ ബർദോളി ഗാന്ധി എന്ന പേരിൽ തന്നെയാണ്, അല്ലെങ്കിൽ ഇന്ത്യയുടെ ഉരുക്കു മനുഷ്യൻ എന്ന പേരിലൊക്കെ അറിയപ്പെടുന്ന സർദാർ വല്ലഭായ് പട്ടേലാണ് എന്തിന് ബർദോളി സത്യാഗ്രഹത്തിന് നേതൃത്വം കൊടുത്തത്. പ്രധാനമായും ഗുജറാത്തിലെ കർഷകരുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളാണ് 1928 ബർദോളി സത്യാഗ്രഹത്തിന്റെ പ്രധാനപ്പെട്ട കാരണമായിട്ട് അറിയപ്പെടുന്നത്. അപ്പൊ 1905 മുതൽ കുറച്ച് കേസുകൾ മാത്രമേ നമ്മൾ ഈ ക്ലാസ്സിനകത്ത്, ഈ ചർച്ചയിനകത്ത്, ഈ ടോപ്പിക്കിനകത്ത് വരുന്നുള്ളൂ. 1930 പ്രധാനമായിട്ടും എന്ത് വരുന്നത്? ദണ്ഡി മാർച്ച്, ആ ഉപ്പു സത്യാഗ്രഹം 1930. സിവിൽ നിയമലംഘന പ്രസ്ഥാനത്തിന്റെ ഭാഗമായി 1930 മാർച്ച് 12 സബർമതി ആശ്രമത്തിൽ നിന്നും ഉപ്പു സത്യാഗ്രഹം, ദണ്ഡി മാർച്ചിന് തുടക്കം കുറിക്കുന്നത്.
930 മാർച്ച് 12-നാണ് പ്രധാനമായിട്ടും പിന്നെ ദണ്ഡി മാർച്ചിന് തുടക്കം കുറിക്കുന്നത്. ഗാന്ധിജിയോടൊപ്പം പങ്കെടുത്ത അനുയായികളുടെ എണ്ണം എത്രയാ? 78 അനുയായികൾ ഉണ്ടായിരുന്നു. അതിൽ ആലപിച്ച ഗാനമേത രഘുപതി രാഘവ രാജാറാം എന്ന ഗാനം. അപ്പൊ 930 മാർച്ച് 12 ഏപ്രിൽ 6-നാണ് ദണ്ഡി കടപ്പുറത്ത് ഇവർ എത്തുന്നത്. എത്ര പ്രതിനിധികൾ ഉണ്ടായിരുന്നു? 78 പ്രതിനിധികൾ ഉണ്ടായിരുന്നു. 1930 കേരളത്തിൽ നടന്ന ഈ ദണ്ഡി മാർച്ചുമായിട്ട് ബന്ധപ്പെട്ട ഉപ്പു സത്യാഗ്രഹമാണ്. ഉപ്പു സത്യാഗ്രഹത്തിന്റെ പ്രധാനപ്പെട്ട കേന്ദ്രം പയ്യന്നൂരാണ്. അവിടെ രഘുപതി രാഘവ രാജാറാം എന്നാണ് ഗാനമെങ്കിൽ ഇവിടെ അംശി നാരായണ പിള്ളയുടെ വരിക വരിക സഹചര എന്നത് ഏത് സത്യാഗ്രഹവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? ഉപ്പു സത്യാഗ്രഹവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. അപ്പോ മാർച്ച് 930 മാർച്ച് 12 ഏപ്രിൽ 6 ഡേറ്റ് വളരെ കൃത്യമാണ്. അനുയായികളുടെ എണ്ണം 78 പേരാണ്. കേരളത്തിൽ ഉപ്പു സത്യാഗ്രഹത്തിന്റെ പ്രധാനപ്പെട്ട കേന്ദ്രം പയ്യന്നൂര് പോലെയുള്ള പ്രധാനപ്പെട്ട സ്ഥലങ്ങളാണ്. 2 ഗാനങ്ങൾ നമ്മൾ വളരെ കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. 928-ലാണ് പ്രധാനമായിട്ടും ബർദോളി സത്യാഗ്രഹം. ബർദോളി സത്യാഗ്രഹത്തിന്റെ പ്രധാനപ്പെട്ട നേതാവായ സർദാർ വല്ലഭായ് പട്ടേലാണ്. 1922-ലാണ് പ്രധാനപ്പെട്ട സംഭവം ചൗരി ചൗര സംഭവം എന്ന പേരിൽ അറിയപ്പെടുന്നത്. 1921-ലാണ് മലബാർ കലാപം നടക്കുന്നത്. മലബാർ കലാപത്തിന് പ്രധാനമായിട്ടും നേതൃത്വം കൊടുത്തത് ആലി മുസ്ലിയാരായിരുന്നു. മലബാർ കലാപത്തിന്റെ പ്രധാനപ്പെട്ട പ്രത്യേകത, മലബാർ കലാപം പഠിക്കുന്ന സമയം നമ്മൾ വളരെ കൃത്യമായിട്ട് ശ്രദ്ധിക്കേണ്ടത് വാഗൺ ദുരന്തത്തെ കുറിച്ചാണ്. വാഗൺ ട്രാജഡി ദുരന്തം നടന്ന വർഷം 1921 നവംബർ 10-നായിരുന്നു നടന്നത്. എവിടെ വെച്ച് നടന്ന? പോത്തന്നൂർ തമിഴ്നാടിലെ പ്രധാനമായിട്ടും കോയമ്പത്തൂരുമായിട്ട് ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ചരിത്ര സംഭവമാണ്. 1919-20 കാലഘട്ടങ്ങളിലാണ് ഖിലാഫത്ത് പ്രസ്ഥാനം നടക്കുന്നത്. ഖിലാഫത്ത് പ്രസ്ഥാനവുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ത്യയിൽ ഖിലാഫത്ത് സമരത്തിന് അല്ലെങ്കിൽ ഖിലാഫത്ത് പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട സഹോദരന്മാർ, അലി സഹോദരന്മാർ, ഷൗക്കത്ത് അലി, മുഹമ്മദ് അലി പോലെയുള്ള അലി സഹോദരന്മാരായിരുന്നു. 1919-ലാണ് പ്രധാനമായിട്ടും ജാലിയൻ വാലാബാഗ് സംഭവം നടക്കുന്നത്. ജാലിയൻ വാലാബാഗ് സംഭവത്തിൽ വെടിവെക്കാൻ ഉത്തരവ് കൊടുത്തത് മൈക്കിൾ ഓ ഡയർ ആയിരുന്നു. ഓ ഡയറിനെ വധിച്ചത് ഉദ്ധം സിംഗ് ആയിരുന്നു. ഉദ്ധം സിംഗിനെ തൂക്കിലെത്തിയ 940 ജൂലൈ 31. പഞ്ചാബിലാണ് ജാലിയൻ വാലാബാഗ് സ്ഥിതി ചെയ്യുന്നത്. ജാലിയൻ വാലാബാഗിന് തൊട്ടു മുന്നിൽ നടന്ന ഒരു പ്രധാനപ്പെട്ട സംഭവമാണ് റൗലറ്റ് ആക്ട്. 1919-ലാണ് ഇന്ത്യയിൽ പ്രധാനമായിട്ടും ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ വിപ്ലവ പ്രവർത്തനങ്ങളെ കുറിച്ച് അന്വേഷിക്കുവാനും നിർദ്ദേശം കൊടുക്കുവാനും 1919 ഒരു കമ്മിറ്റിയെ നിർദ്ദേശിച്ചു. ആ കമ്മിറ്റി നിർദ്ദേശം കൊടുത്തതാണ് റൗലറ്റ് നിയമം എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഈ നിയമത്തെ ഗാന്ധിജി എന്ത് വിശേഷിപ്പിച്ചു? കരി നിയമം എന്ന പേരിൽ വിശേഷിപ്പിച്ചു. ഇനി ഇതിന്റെ പ്രധാനപ്പെട്ട പ്രത്യേകത എന്താ? റൗലറ്റ് നിയമത്തിന്റെ പ്രധാനപ്പെട്ട പ്രത്യേകത ഏതൊരു ഇന്ത്യക്കാരനെയും വിചാരണ കൂടാതെ തടവിലാക്കാനും അറസ്റ്റ് ചെയ്യാനും നിയമം ലഭിക്കുകയും അതിന്റെ പേരിൽ അറസ്റ്റ് ചെയ്ത സത്യപാലിനെയും സൈഫുദ്ദീൻ കിച്ചലുവിനെയുമായി ബന്ധപ്പെട്ട സംഭവമാണ് ജാലിയൻ വാലാബാഗ് പോലെയുള്ള ദുരന്തത്തിലേക്ക് നയിച്ചത്. അപ്പോ ഇന്ത്യയുടെ പ്രധാനപ്പെട്ട ചരിത്ര സംഭവങ്ങളാണ് നമ്മൾ ആദ്യം പറഞ്ഞത്. ബംഗാൾ വിഭജനത്തെക്കുറിച്ചും ബംഗാൾ വിഭജനത്തിന് ശേഷം നിലവിൽ വന്ന സ്വദേശി പ്രസ്ഥാനത്തെക്കുറിച്ചും ഒക്ടോബർ 16 വിലാപ ദിനത്തെക്കുറിച്ചും പിന്നീട് അയർലൻഡിന്റെ പ്രധാനപ്പെട്ട സ്വയംഭരണം എന്ന അർത്ഥം വരുന്ന ഹോം റൂൾ പ്രസ്ഥാനത്തെക്കുറിച്ചും ഹോം റൂൾ പ്രസ്ഥാനത്തിൽ ഇന്ത്യയിൽ പ്രധാനമായിട്ടും 2 നേതൃത്വം പറയാ. ഒന്ന് ബാലഗംഗാധര തിലകന്റെ നേതൃത്വത്തിൽ എവിടെ കേന്ദ്രീകരിച്ചു? പൂനെ കേന്ദ്രീകരിച്ചു, അല്ലെങ്കിൽ മുംബൈ കേന്ദ്രീകരിച്ചുകൊണ്ട് നടന്ന പ്രധാനപ്പെട്ട ഒരു ഹോം റൂൾ ലീഗും, മറ്റൊരു പ്രധാനപ്പെട്ടത് ദക്ഷിണേന്ത്യ കേന്ദ്രീകരിച്ചുകൊണ്ട് ആനി ബസന്റിന്റെ നേതൃത്വത്തിൽ നടന്ന പ്രധാനപ്പെട്ട മറ്റൊരു ഹോം റൂൾ പ്രസ്ഥാനവും. ഈ 2 പ്രസ്ഥാനവും നോക്കുക. ഒന്ന് ബാലഗംഗാധര തിലകന്റെ പ്രധാനപ്പെട്ട മുദ്രാവാക്യം, ആനി ബസന്റുമായിട്ട് വരുമ്പോൾ കോമൺവെൽത്ത് ന്യൂ ഇന്ത്യ പോലെയുള്ള പ്രധാനപ്പെട്ട പത്രങ്ങളെ കുറിച്ചൊക്കെ പറയുന്ന പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ്. തുടർച്ചയായിട്ട് ഇതിനോടനുബന്ധിച്ച് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലോട്ട് എത്തുന്ന 30ഉം 35ഉം ഇഷ്ടം പോലെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ നമുക്ക് ഇതിനെ തുടർന്ന് പഠിക്കാനുണ്ട്. വരും ക്ലാസ്സുകൾ അതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കാവുന്നതാണ്. വളരെ കൃത്യമായിട്ട് എക്സാമിന്റെ ആദ്യ ഘട്ടത്തിൽ പഠിക്കേണ്ട ചില പ്രധാനപ്പെട്ട സുപ്രധാനപ്പെട്ട ചില വിവരങ്ങൾ മാത്രമാണ് നമ്മൾ ഈ ക്ലാസ് കൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. വളരെ കൃത്യമായിട്ട് പഠിക്കുക. മനസ്സിലായിട്ടുണ്ടാവും എന്ന് കരുതിക്കൊണ്ട് നിർത്തുന്നു.